Hello, welcome back to my channel. You're watching Anecdotist and this is Aisha. If you're here for the first time, please don't forget to subscribe. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് വയ്യാണ്ടിരിക്കുക പനിയായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദാറ്റ് വിത്ത് യു. ട്രോൾസ് ചെയ്യും മലയാളം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം എന്തുകൊണ്ടും ഇത് കണ്ടിട്ടില്ലാത്തവർ കാണണം അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ കേൾക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഇത് കണ്ടപ്പം ഭയങ്കര റിലേറ്റബിൾ ആൻഡ് എത്രയോ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം അധികം നേരമൊന്നും ആയിട്ടില്ല ഈ പോസ്റ്റ് വന്നിട്ട്. അപ്പം സ്റ്റാർട്ടിങ് ഈസ് ലൈക്ക് ഫ്രം അനീറ്റ അഗസ്റ്റിൻ, മദർ ഓഫ് ലൈക്ക് മിസ് അന്ന സെബാസ്റ്റ്യൻ പെരയിൽ, ടു രാജീവ് മേമാനി, ഇവേ ഇന്ത്യ ചെയർമാൻ. അപ്പം ഇവൈൻ്റെ ചെയർമാന് വേണ്ടിയിട്ട് മരിച്ചുപോയ ഒരു കുട്ടിയുടെ അമ്മ എഴുതിയ ഒരു ലെറ്ററാണ്. ആക്ച്വലി ഇത് വായിച്ചപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നി, ഭയങ്കര സങ്കടം തോന്നി, അതുപോലെ തന്നെ ഭയങ്കര റിലേറ്റബിളായിട്ടും തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പോർഷൻസ് വായിക്കാം കേട്ടോ. ഡിയർ രാജീവ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ആസ് എ ഗ്രീവിംഗ് mother who has lost a precious child, Anna Sebastian Perel. My heart is heavy and my soul is shattered as I pen these words, but I believe it is necessary to share our story in the hope that no other family will have to endure the pain we are going through. അപ്പോൾ ഇനി ഒരിക്കലും ഇതുപോലൊരു അവസ്ഥ വേറൊരു കുട്ടിക്കും ഉണ്ടാവരുത്, വേറൊരു ഫാമിലിക്കും ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു അവസ്ഥയിലും ആ അമ്മ മറ്റേ സിഇഒയ്ക്ക്, മോള് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ സിഇഒയ്ക്ക് ഈ ഒരു സാധനം എഴുതുന്നത്. Anna passed her CA exams in November 23 and joined EY Pune on March 19th, 2024 as an executive. She was full of life, dreams and excitement for the future. EY was her first job and she was thrilled to be part of such a prestigious company. But 4 months later, on July 20th, 2024, my world collapsed when I received the devastating news that Anna had passed away. She was just 26 years old. അപ്പം 26 ഇയേഴ്സ് മാത്രമുള്ള ഒരു മോള് മരിച്ചു എന്ന് പെട്ടെന്ന് ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് സോ ഹാർട്ട് ബ്രേക്കിംഗ് അല്ലേ? ഒരു അമ്മ എന്ന നിലയിൽ അത് കേൾക്കുമ്പോഴത്തേക്കും ആർക്കും അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഷോക്കാണ്. അപ്പം EY എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഇൻഫോ പാർക്കിലും EYയുടെ ബ്രാഞ്ച് ഉണ്ട്. ആൻഡ് ഇങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി സത്യം പറഞ്ഞാൽ. അപ്പം 26 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം ഷിൽ ബി ഫുൾ ഓഫ് ലൈഫ്, ഡ്രീംസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടുമ്പം എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളെ ഫസ്റ്റ് ജോബാണ്. അപ്പം ഇതുവരെ പൈസയൊക്കെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അതൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ത്രില്ല് കാണും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ കുട്ടി. അപ്പോൾ അന്ന വാസ് ഓൾവേസ് എ ഫൈറ്റർ ഫ്രം ചൈൽഡ്ഹുഡ് ത്രൂ ഹർ അക്കാഡമിക് ഇയേഴ്സ് where she excelled in everything she did. She was a school topper and a college topper, excelled in extracurricular activities and passed her CA exams with distinction. She worked tirelessly at EY, giving her all to meet the demands placed on her. However, the workload, new environment and long hours took a toll on her physically, emotionally and mentally. She began experiencing anxiety, sleeplessness and stress soon after joining, but she kept pushing herself, believing that hard work and perseverance were the key to success. As her mother explains, Anna അടിപൊളിയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അടിപൊളിയൊരു കുട്ടിയായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറായിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ കമ്പനിയിൽ കയറിയപ്പോഴത്തേക്കും വർക്ക് പ്രഷർ. ഇപ്പം ഫസ്റ്റ് ടൈം വർക്കിന് കയറുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. നമ്മൾ പെട്ടെന്ന് കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളി ആണ്. നമ്മൾ അടിച്ച് പൊളിച്ച് ലൈക്ക് ഒരു സ്ട്രെസ്സും ഒന്നുമില്ലാതെ പഠിക്കണം എന്നുള്ള ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അത്രയും 100% എഫേർട്ട് ഇട്ടൊന്നും ആരും ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ പഠിക്കുന്നു, പറ്റുന്ന പോലെയൊക്കെ മാർക്ക് മേടിക്കുന്നു, അല്ലാതെ വേറൊരു എക്സ്റ്റേണൽ ഒരു പ്രഷറൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു ജോലി കിട്ടുന്നു, നമ്മളൊരു ജോലിയിൽ കയറുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പം പഴയ ലൈഫല്ല ഇനി. എൻ്റെ ഒരു ട്രെയിനിങ് തുടങ്ങിയ സമയത്തും നമ്മൾ 2 വർഷം, ഞാൻ 2021 പാസ് ഔട്ടാണ്, 2 വർഷത്തോളം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് ക്ലാസ് കൂടാന്ന് പറയുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി കഴിഞ്ഞ് ട്രെയിനിങ്ങിന് കയറാൻ നേരത്ത് ഒരു പുള്ളിക്കാരി വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഘോര പ്രസംഗിക്കുന്നു. നമുക്ക് അസൈൻമെൻറ്റ് ആയിരുന്നു, ഹോംവർക്ക് ആയിരുന്നു, നമുക്ക് ലൈക്ക്
എനിക്ക് ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല ഈ ഒരു വർക്ക് ചെയ്യൽ, അല്ലാതെ എനിക്കിത് പറ്റില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറേ ദിവസങ്ങളിൽ ഐ വാസ് ലൈക്ക് I cannot do this, I'm gonna give up. ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് പറ്റുന്നില്ല. ലൈക്ക് ഒരു 9 hours അല്ലെ 10 hours കംപ്ലീറ്റ്ലി അവരെ ലിസൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്, അതും ഓൺലൈനിലായിരുന്നു ട്രെയിനിങ്. ലിസൺ ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഇനി പറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറയുന്ന ഹോംവർക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വലിയ വലിയ കോഡുകളൊക്കെ ചെയ്യാൻ തരുന്നു, വലിയ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ തരുന്നു, വെബ്സൈറ്റൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തരുന്നു. കോപ്പിയടി മാത്രമായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. കോപ്പി അടിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി ചെയ്യും. ഇപ്പോഴാണ് നമുക്ക് ഓഫ്ലൈൻ അല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സും ഇല്ല, ഓൺലൈനിൽ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ. അപ്പം കുറച്ച് എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ കുറച്ച് സമയം എടുത്തു. അപ്പം ഈ ഒരു തുടക്ക ഫേസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും ബുദ്ധിയുള്ളവർക്കൊക്കെ മാത്രമേ അങ്ങനെ ഓക്കെ ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓൺ സാറ്റർഡേ July 6th, my husband and I reached Pune to attend Anna's CA convocation. Since she had been complaining of chest constriction upon reaching her PG late at night for the past week, we took her to the hospital in Pune. Her ECG was normal and the cardiologist came to allay our fears, telling us she wasn't getting enough sleep and was eating very late. He prescribed antacids, which reassured us that it wasn't anything serious. Though we had come all the way from Kochi, she insisted on going to work after seeing the doctor, saying there was a lot of work to be done and she wouldn't get leave. That night she returned to her PG late again. On Sunday, July 7th, the day of her convocation, she joined us in the morning, but she was working from home even that day until the afternoon and we reached the convocation venue late. അപ്പം ആളുടെ കോൺവെക്കേഷൻ്റെ ദിവസം പോലും ആൾക്ക് നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള പണി ഉണ്ടായിരുന്നു. പിന്നെ ഡെയിലി ലേറ്റ് ആയിട്ടായിരുന്നു PGയിലേക്ക് വരുന്നത് ബിക്കോസ് ഓഫ് വർക്ക്. അപ്പം നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആദ്യ കാലഘട്ടത്തിലേക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊന്നും അറിയത്തില്ല. എവറിത്തിങ് ഈസ് ഗ്രീക്ക് ടു അസ്. എല്ലാം പുതിയതാണ്, എല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നമുക്ക് കുറേ ട്രെയിനിങ് മെറ്റീരിയൽസ് തരുന്നു, നമ്മൾ കുറേ പഠിക്കുന്നു. അതിന് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആൾ ഒരു ദിവസം ചെയ്യുന്ന സാധനം ചെയ്യണമെങ്കിൽ നമുക്ക് 2 ദിവസം ചെയ്യേണ്ടി വരും. പക്ഷേ ചിലർ അത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മളോട് പറയുമ്പം നമ്മൾ ചിലപ്പോൾ പറയൊന്നുമില്ല എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന്. എങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം എടുക്കും. ചില ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് വളരെ ലേറ്റായിട്ട് ഇറങ്ങിയ ഒരുപാട് ദിവസങ്ങളുണ്ട് എനിക്ക്. ഇപ്പം നമ്മളിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ ഇതിന്ന് തീർത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ തീർത്തു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും. ചിലപ്പോൾ അതിനിടയിൽ നമ്മൾ വേറെ പരിപാടിക്കൊക്കെ പോയതുകൊണ്ടാണ് എന്ന് നമുക്കൊരു ചിന്ത കാണും. നമ്മളിടയ്ക്ക് ചിലപ്പോൾ ലഞ്ച് കഴിക്കാൻ കൂടുതൽ സമയം എടുത്തു, ചായ കുടിക്കാൻ കൂടുതൽ സമയം എടുത്തു, എന്നാൽ കുറച്ച് ലേറ്റായിട്ട് ഇരുന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വളരെ ലേറ്റായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. ബിക്കോസ് നമ്മൾ വേറെ പ്രശ്നങ്ങളെ പറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊന്ന് തീർത്തു കൊടുത്തേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണിയെടുക്കുന്നു, തീർത്തു കൊടുക്കുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു, ലൈഫ് ഗോസ് ഓൺ. അപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. It was my daughter's great dream to take her parents to her convocation with her own hard-earned money. She booked our flight tickets and took us. It breaks my heart to tell you that even during these 2 days, which were the last we would spend with our child, she couldn't enjoy them because of the work pressure. അപ്പോൾ വർക്ക് പ്രഷർ കാരണം ഈവൻ ദി ലാസ്റ്റ് ഡേയ്സ് അവരറിയുന്നില്ല അത് ലാസ്റ്റ് ഡേയ്സ് ആണ്. ആ ലാസ്റ്റ് ഡേയ്സ് പോലും ആ കുട്ടിക്ക് അവരുടെ പേരൻസിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. When Anna joined this specific team, she was told that many employees had resigned due to excessive workload, and the team manager told her, Anna, you must stick around and change everyone's opinion about our team. My child didn't realize she would pay for that with her life. പലരും അവളോട് പറഞ്ഞപ്പോഴും അവളുടെ മാനേജർ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ദിസ് എന്ന് തന്നെ പറയണം. ബിക്കോസ് മാനേജറിനൊക്കെ അറിയാം സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് എന്തോരം കേപ്പബിലിറ്റീസ് ഉണ്ട്, ആളെ കൊണ്ട് കൂട്ടിയാൽ എന്തൊക്കെ കൂടും, അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് എന്ത് പറ്റും എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർ നമുക്ക് കൂടുതൽ തരുന്നത് എങ്ങാനും ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ, നോട്ട് ജനറലൈസിങ്, ഒരുപാട് നല്ല മാനേജേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള മാനേജേഴ്സും ഉണ്ട്. അപ്പം അവർക്ക് നത്തിങ് മാറ്റേഴ്സ്.
വർക്കാണ് ഇമ്പോർട്ടൻറ്റ്, വർക്കാണ് പ്രയോറിറ്റി. അപ്പം ടൈം ലൈനിനുള്ളിൽ അവർ ആരോടെങ്കിലുമൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടാവും ഇന്ന സമയത്തിനുള്ളിൽ സാധനം തരാമെന്ന്. കാരണം അവർക്കുള്ള വർക്ക് ലോഡും അവരുടെ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഇതിനേക്കാളുമാണ്. മേളിൽ നിന്നുള്ള വർക്ക് പ്രഷർ ആയിരിക്കും അവർക്ക്. അപ്പോൾ അവർ താഴെയുള്ളവരെ കൊണ്ട് അത്രയും പടി എടുപ്പിച്ച് ആ സമയത്തിനുള്ളിൽ സാധനം കൊടുക്കാൻ നോക്കുന്നു. അവർ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ആ പുള്ളി ഇവളോട് പറഞ്ഞു, ലൈക്ക് ഒരു ഹോപ്പ് വെക്കുന്ന പോലെ, ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്ന പോലെ ഇവളോട് പറഞ്ഞു, നീ ഇത് തിരുത്തണം, ബാക്കിയുള്ളവർ പറയുന്ന ഒരു സംഭവം നമ്മുടെ ടീമിനെ പറ്റി തിരുത്തണം, ഇത്രയും നന്നായിട്ട് പണിയെടുക്കാം എന്നുള്ള ഒരു പേര് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. ലൈക്ക് ഇത്രയും കഷ്ടപ്പെട്ട ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പണിയെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾക്ക് അവളുടെ ജീവൻ തന്നെ അതിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. ദാറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. പിന്നെ കുറേ മാനേജറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം her manager would often reschedule meetings during cricket matches and assign her work at the end of the day, adding to her stress. അപ്പോൾ ചിലരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയം ഒരു 5 മണി 5:30 ആകുമ്പോൾ ഒരു 6 മണിയോട് പരിപാടി ക്ലോസ് ചെയ്യും. അപ്പം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നാൽ പിന്നെ ഇന്നത്തെ സ്റ്റാറ്റസ് മെയിൽ അയച്ചിട്ട് ഇറങ്ങിയേക്കാന്ന് വെച്ചിരിക്കുമ്പോൾ ദേണ്ട പുതിയ പണി പിന്നെ അപ്പോഴായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ആക്ച്വലി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഡോണ്ട് ബോദർ ടു വർക്ക് ഓൺ ദാറ്റ്. പിറ്റേ ദിവസം വന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിലിരിക്കണം. അപ്പോൾ ചിലർ ഇപ്പം ഒരു 5:30 തന്നാൽ എന്നാൽ പിന്നെ ഇത് ചെയ്ത് തീർത്തിട്ട് പോയേക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ തുടങ്ങും. അപ്പം അത് ആക്ച്വലി ഒരു എക്സ്ട്രാ പ്രഷറാണ്. കാരണം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും കുറേ പണി തരുമ്പം അത് ഒരു സമാധാനമില്ല. ചിലർക്ക് അത് തീർത്തില്ലെങ്കിൽ സമാധാനമില്ല. ഇപ്പോൾ രാവിലെയൊക്കെ പണി തരുവാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതൊക്കെ ഇരുന്ന് ചെയ്തിട്ട് നമ്മൾ പോകും. ഇതിപ്പം എല്ലാം കഴിഞ്ഞു എന്നുള്ള സമാധാനത്തിൽ നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ കുറേ തരുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യാതെ പോയാലും നമുക്ക് ചിലപ്പം ഒരു ടെൻഷനായിരിക്കും. അത്രയും എനിക്ക് കിടപ്പുണ്ടല്ലോ, അത് ഞാൻ തന്നെ നാളെ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ പോയി കുറേ പറയുന്നുണ്ട്. അന്നെ ഒരിക്കലും അവളുടെ മാനേജേഴ്സിനെയോ ടീമിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ഷി വാസ് സച്ച് എ നൈസ് എംപ്ലോയി. പിന്നെ ഭയങ്കര സങ്കടകരമായ ഒരു പോയിന്റ്, നോ വൺ ഫ്രം EY അറ്റൻഡഡ് അന്നാസ് ഫ്യൂണറൽ. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി. ഇത്രയും ഇതിനിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ പോസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ടീമിലുണ്ടായ ഒരു എംപ്ലോയി മരിച്ചിട്ട് നോ വൺ ഈവൻ അറ്റൻഡഡ് ഹർ ഫ്യൂണറൽ, നോ വൺ ഈവൻ ബോതേർഡ് ടു അറ്റൻഡ് ഹർ ഫ്യൂണറൽ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ബിക്കോസ് അവർ ചിന്തിക്കുമ്പം ഷീ ഈസ് ജസ്റ്റ് എ ന്യൂബി, ഒരു ഫ്രഷറാണ്, ജോയിൻ ചെയ്തേ ഉള്ളൂ. ഷി പാസ്ഡ് അവേ, എൻഡ് ഓഫ് സ്റ്റോറി. അവർക്കൊന്നുമില്ല. അപ്പം ഈ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ്. ദേ മൈറ്റ് ബി ബിസി ഫൈൻഡിങ് എ ന്യൂ എംപ്ലോയി റീപ്ലേസിങ് ഹർ പൊസിഷൻ ആയിട്ട് അവർ ബിസി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് വന്നിട്ട് പോകാനുള്ള ഗ്യാപ്പ് കിട്ടി കാണില്ല എന്ന്. ദാറ്റ് മൈറ്റ് ബി ട്രൂ. ബിക്കോസ് നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പം വേറൊരാൾക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്ര അത് മനസ്സിലാവില്ല. അപ്പം സീയിങ് അന്ന ആസ് മൈ ഓൺ അനദർ സെൽഫ് എനിക്ക് ഭയങ്കര റിലേറ്റബിളായിട്ട് തോന്നിയൊരു സ്റ്റോറിയാണ്. അപ്പം നോ വൺ ഈവൻ ബോദേഴ്സ്, നമുക്ക് എന്ത് സംഭവിച്ചാലും അത് വി ഹാവ് ടു റിയലൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ഒരു ഇന്നർ സർക്കിളിലുള്ള ആളുകൾക്ക്, ബാക്കി എല്ലാവരും വിൽ ബിക്കം ദി ടോക്ക് ഓഫ് ദി ടൗൺ ഫോർ ഫ്യൂ ഡേയ്സ്. അത്രേ ഉണ്ടാവുള്ളൂ, സെവറൽ അവേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും മറക്കും. എല്ലാവരും മൂവ്സ് ഓൺ വിത്ത് ദെയർ ഓൺ ലൈഫ്. സോ ഹെൽത്ത് ഷുഡ് ബി അവർ പ്രയോറിറ്റി. നമ്മുടെ ഹാപ്പിനെസ് ഷുഡ് ബി അവർ പ്രയോറിറ്റി. വേറെ ആർക്ക് വേണ്ടിയിട്ട് ചത്ത് കിടന്ന് പണിയെടുത്ത് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ, ആൻഡ് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ദാറ്റ്. So that's what I thought on reading this post. Actually, this was like an eye-opening, because sometimes we do this. ചിലപ്പോൾ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ once we rethink, we realize that nothing is more important than our own happiness. Our happiness should be our priority and we should work on that only. There will be so many people around us asking us to do this, asking us to do that. Okay, but we shouldn't be blinded by those things. We shouldn't be blinded by those deals. Money matters ആണ്, പക്ഷേ not to that extent that you have to sacrifice your own life അല്ലെങ്കിൽ your own health. ഇപ്പം once you are dead,
ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ദാറ്റ് മണി അല്ലേ. അത് നമ്മൾ മറ്റേ കയറുന്ന സമയത്തൊരു ഷീറ്റിൽ എഴുതി കൊടുക്കും, എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്ക് പോകണം എന്നുള്ളത്. പേരൻസിനായിരിക്കും അല്ലെങ്കിൽ സിസ്റ്ററിനായിരിക്കും, ഹു എവർ ഇറ്റ് ഇസ്, ആ ആൾക്കത് പോവും. ദാറ്റ്സ് ഇറ്റ്. യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. യു വിൽ ജസ്റ്റ് ബിക്കം ദി ടോക്ക് ഓഫ് ദി ടൗൺ ഫോർ ഫ്യൂ ഡേയ്സ് ആൻഡ് യു വിൽ ജസ്റ്റ് ബിക്കം എ ന്യൂസ്. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് ആരും ഒന്നും ഓർക്കത്തില്ല. സോ ലിവ് ഫോർ യുവർ സെൽഫ്. ബി കെയർഫുൾ. നോ മാറ്റർ വാട്ട് യു ഡു, ബി കെയർഫുൾ. ആൻഡ് ഒരു 9 to 6 ജോബിലാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ കമ്മിങ് ഏർലി ടു ഓഫീസ്. 8 മണിക്ക് വരേണ്ട കാര്യമില്ല. ആൻഡ് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗോയിങ് ഔട്ട് ലേറ്റ്ലി. 7 മണി വരെ ഇരിക്കേണ്ട കാര്യമില്ല. ഇഫ് സമ്മൺ ആസ്ക് യു ടു ഡു, സേ യു ആർ എൻഗേജ്ഡ് വിത്ത് സംതിങ് എൽസ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അതൊക്കെ പിന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പം നമുക്ക് മനസ്സിലായില്ലായിരിക്കും. എസ്പെഷ്യലി കയറുന്ന സമയത്ത് നമുക്കൊരു വിചാരമുണ്ട്, ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന്. ആ സാധനം, ആ വർക്ക് നമ്മൾ അന്ന് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പിന്നെ മനസ്സിലാവും. അപ്പം 9 to 6 ജോബാണ്. 9 to 6 മാത്രം ജോബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള സമയം സ്പെൻഡ് ഇറ്റ് വിത്ത് യുവർ ഫാമിലി, ഓർ സ്പെൻഡ് ഇറ്റ് വിത്ത് യുവർ ഡിയർ വൺസ്, ഓർ സ്പെൻഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നമ്മുടെ ഹെൽത്ത് നോക്കാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ വർക്കൗട്ട് ചെയ്യാനോ നല്ല ഫുഡ് കഴിക്കാനോ നല്ലപോലെ കിടന്നുറങ്ങാനോ ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് ഓവർ പ്രഷറൈസ് ചെയ്താൽ ഇപ്പം 1 o'clock വരെ അല്ലെങ്കിൽ 2 o'clock വരെയൊക്കെ ഇരുന്ന് പണിയെടുത്തിട്ട് പിന്നെയും വെളുപ്പിന് എണീറ്റ് ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കും ആൻഡ് ആ ഒരു റുട്ടീൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും യു pressuring out yourself and your body might not be able to handle it well. അപ്പം എസ്പെഷ്യലി പുതിയ ആളുകളാണെങ്കിൽ അതൊന്നും നമുക്ക് ശീലമേ ഇല്ല. ലൈക്ക് നമ്മൾ കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് വി നെവർ ഡെഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആൻഡ് സംടൈംസ് യു നോ ദാറ്റ് ഇത് നമുക്ക് താങ്ങാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ യു ആർ ഗോയിങ് ടു ഡു. കാരണം നിങ്ങളുടെ ജോലിയാണ്, ഇത് ചെയ്താലേ പൈസ കിട്ടൂ. അപ്പം അങ്ങനെയൊന്നും ചിന്തിച്ച് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ലാത്ത സാധനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഒരു പരിധി വെച്ചിട്ട് ചെയ്യൂ. പൈസ ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യുവർ ഹാപ്പിനെസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു റോബോട്ടിക് ലൈഫ് ലീഡ് ചെയ്തിട്ട് യു വോണ്ട് ഗെറ്റ് എനിത്തിങ്, യു വോണ്ട് ഗെയിൻ എനിത്തിങ്. ഇപ്പം അത്രയും അവർ പറയുന്ന പോലെ അങ്ങനെ മരിച്ച് പണിയെടുക്കാതിരുന്നിട്ട് if you're going to lose this job, പോട്ടേന്ന് വയ്ക്കണം. there are so many other jobs. പയ്യെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ബിക്കോസ് നമുക്കിപ്പം ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇങ്ങനെ മരിച്ച് പണിയെടുത്തിട്ട് യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. അപ്പം അങ്ങനെ മരിച്ച് പണിയെടുത്ത് ജീവിതം കളയുന്നതിലും നല്ലത് സന്തോഷത്തോടു കൂടി പണിയെടുത്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇഫ് എ ഡോർ ക്ലോസസ്, ഓപ്പൺ ഇറ്റ് അഗെയിൻ. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു ജോലി പോയാൽ വേറെ ജോലി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. അപ്പം ജസ്റ്റ് സെർച്ച്, കീപ് വർക്കിംഗ് ഓൺ ഫൈൻഡിങ് ദി ന്യൂ വൺ. അപ്പം ന്യൂ വണ്ണും ഇതുപോലെ തന്നെയാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ടീമായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ചില ആളുകൾ മാത്രമായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ചില കമ്പനി തന്നെയായിരിക്കും പ്രശ്നം. അപ്പം ഞാൻ മൊത്തത്തിൽ ആരെയും പറയുന്നതല്ല. ഐ ഓൾസോ വർക്ക് ഇൻ എ കോർപ്പറേറ്റ് വേൾഡ്. ഐ ഓൾസോ വർക്ക് ഇൻ ആൻ IT കമ്പനി. അപ്പം എനിക്കറിയാം, ഒരു ടീം ഭയങ്കര അടിപൊളിയാണെങ്കിൽ ചിലപ്പോൾ വേറൊരു ടീം ഭയങ്കര വൃത്തികെട്ടതായിരിക്കും. ലൈക്ക് മാനേജർ ഭയങ്കര ടോക്സിക് ആയിരിക്കും. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ആളുകളുമുണ്ട്. സംടൈംസ് സ്വാപ്പിംഗ് ദി പൊസിഷൻ അല്ലെങ്കിൽ സ്വിച്ചിങ് ദി ഗ്രൂപ്പ് യു ആർ വർക്കിംഗ് ഇൻ, അത് തന്നെ ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. സോ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യൂ. ഇപ്പം എന്തെങ്കിലും പറ്റത്തില്ല, സഹിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ just convey it to your parents. They will have a definitely great solution. You should realize, നിങ്ങളിങ്ങനെ ശക്തി പണിയെടുത്തില്ലെങ്കിൽ the world is not gonna end. The sky is not gonna fall down. അത് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവണം. സോ ചിന്തിച്ച് സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുക. So that's it. Bye.